വാ. ശരി, നീ റെസ്റ്റ് എടുക്ക്. നീ വിട്ടേച്ച് പോവാണല്ലേ? കുറേ ദിവസത്തിന് ശേഷം രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ ചാൻസ് കിട്ടിയതല്ലേ? ഇന്ന് തന്നെ സ്പെഷ്യലായി വല്ലതും ശ്രദ്ധിച്ചൂടെ? നീ എന്താ സ്പെഷ്യലായിട്ട് ചോദിക്കാൻ പോന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഹസ്ബൻഡ് എങ്ങാനും ഇത് കണ്ടാലുണ്ടല്ലോ, നമ്മുടെ രണ്ടുപേരുടെയും കഥ അവസാനിക്കും. നിന്റെ ഭർത്താവിനെ കൊണ്ട് എങ്ങനെയാ കാണാൻ കഴിയുക? അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. എടാ, കണ്ണ് കാണില്ല എന്ന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടോ? നിന്നെ ഇവിടെ താമസിപ്പിച്ചത് ഓർക്കുമ്പോ എനിക്ക് തന്നെ വല്ലാണ്ട് പേടിയാവുക. ഇനി എങ്ങാനും നീ ഇവിടെ താമസിക്കുന്ന കാര്യം അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, എല്ലാം അവസാനിക്കും. എന്തിനാ ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ നീ പേടിക്കുന്നേ? ഞാൻ ഇവിടെയുള്ള കാര്യം നീ അല്ലാതെ വേറെ ആരും അറിയില്ലല്ലോ. പേടിക്കണ്ടെന്നേ. വാണി, 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 നിന്റെ ധൈര്യം വാണി, എന്തേലും- വാണി, അയ്യോ, വാണി, 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 നീ എവിടെയാ? വാണി, വാണി, ഇവളിത് എവിടെ പോയിരിക്കുക? എനിക്കെന്തോ പേടിയാവുന്നടാ. ഞാൻ പിന്നെ വന്ന് സംസാരിക്കാം. ശരി ശരി, ചെല്ലേ. ഏട്ടാ, ആ എന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു. നിന്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. ആ, അത് പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകാതിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? അടുത്തുള്ള റൂമിൽ നിന്ന് ആരോ സംസാരിക്കുന്ന പോലെ ശബ്ദം കേട്ടായിരുന്നു. ആ, അതാ നീ അവിടെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ വന്ന് വിളിച്ചത്. അങ്ങനെയൊന്നും ആരും ഇവിടെ ഇല്ലല്ലോ ഏട്ടാ. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലായിരിക്കും. ശരി ശരി, ഏട്ടൻ കിടക്കാൻ നോക്ക്. ഉം. ഏട്ടാ, എന്താ വേണ്ടേ? എന്തിനിങ്ങോട്ട് വന്നേ? കഴിക്കാൻ വേണ്ടി വന്നാണ്. എന്ത് പണിയെ കാണിക്കുന്നേ? ഉച്ച വയ്ക്കാതെ മെല്ലെ കഴിച്ചിട്ട് പോയിക്കോളാം. ശ്ശോ. വാണി, വെള്ളം എടുത്തോണ്ട് വാ, കൈ കഴുകണം. ഉം. എനിക്ക് മതി. ഉം. ആ മതി.
ആ. ആ. ഉം. എടാ, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നിനക്ക് ടിഫിൻ അകത്തേക്ക് കൊണ്ടുവരില്ലേ? ഷോ, നീ എങ്ങാനും തുമ്മോന്നും പറഞ്ഞ് പേടിച്ച് നിൽക്കായിരുന്നു ഞാൻ. ഹേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനതിന് കൺട്രോൾ ചെയ്തില്ലേ. എന്തെന്നെ ആയിക്കോട്ടെ, എനിക്ക് നല്ല പേടിയുണ്ട്. ശരി, ഞാനിന്ന് ഉച്ചയ്ക്ക് ഓഫീസിലോട്ട് പോവാണ്. എന്തു പറ്റി? എനിക്കിന്ന് ട്രെയിനിങ് ഉണ്ട്. ആ, അതെയോ? ശരി. ഇയാളെന്തിനാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓഫീസിലാണെങ്കിലും സമയമായി. ഇവനെ കൊണ്ട് വാ, ഇങ്ങോട്ട് വാ. എന്താടാ? ഇങ്ങോട്ട് വാ, വാ പറയാം. ഇവനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി. എന്താ? സമയമായി. അയാളിരിക്കുന്ന കണ്ടില്ലേ? അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നീ ശബ്ദം ഉണ്ടാക്കാണ്ട് പതുക്കെ നടന്നു പോ. ഹരീഷ്, ശരി. ശബ്ദം ഉണ്ടാക്കല്ലേ. സാവധാനം തുറക്ക്. ബൈ ബൈ. ബൈ. വാണി, ദാ വരുന്നു ഏട്ടാ. എന്താ ഏട്ടാ? എനിക്കെന്തോ ആരോ നമ്മുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ ഏട്ടാ ഇത്? ഞാൻ എത്ര തവണ നിങ്ങളോട് പറയാനാ? ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. എന്തോ കറുത്ത ഒരു പൊക്കമുള്ള രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലൊരു ഫീല് തോന്നുന്നു എനിക്ക്. ഇപ്പോഴും ആരോ മുന്നിൽ കൂടി കടന്നു പോയത് പോലാ എനിക്ക് തോന്നിയത്. ദാ നോക്കേട്ടാ, ഏട്ടന്റെ കണ്ണിന് സർജറി ചെയ്തിരിക്കുക. ചിലപ്പോ അതുകൊണ്ടൊക്കെ തോന്നുന്നതായിരിക്കും. നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇതുപോലത്തെ അനക്കങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. ആവശ്യമില്ലാണ്ട് നിങ്ങളിങ്ങനെ കൺഫ്യൂസ് ആവല്ലേ. വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് സമാധാനമായിട്ടിരിക്കുക. സർജറി ചെയ്ത എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നത് സാധാരണ കാര്യ. ഇത്രയും നാളെ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. ഓ, അത് ശരിയായിരിക്കും. ശരി ശരി.